ഫ്രണ്ട്സ് എല്ലാവർക്കും ഫൈവ് കുക്കിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ സോണി മനോജ്. ഞങ്ങളുടെ സ്ഥലം മമ്പാട് എന്ന് പറഞ്ഞാൽ നിലമ്പൂരിനോട് അടുത്താണ് കേട്ടോ ഈ മമ്പാട് എന്ന് പറഞ്ഞ സ്ഥലം. പിന്നെ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും സുഖമാണല്ലോ അല്ലേ? ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ, എനിക്കും സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ഓരോ ക്ലോത്തുകൾ കാണിക്കാം. ഇന്ന് റണ്ണിങ് മെറ്റീരിയലുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ ഓഫറിലുള്ള ക്ലോത്തുകളുണ്ട്, നല്ല വെറൈറ്റി ക്ലോത്തുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. മാരേജ് പാർട്ടിക്കുള്ള ക്ലോത്തുകളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവരൊക്കെ ഒന്ന് നീക്കിയിട്ട് ഓരോരുത്തരെ കാണിക്കാം കേട്ടോ. ആദ്യം തന്നെ നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ, ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡാണ്. നല്ല സ്റ്റൈലായിട്ടുള്ള, ഇപ്പം നിങ്ങൾക്ക് സാരി ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാം, ചുരിദാറിന്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഫ്രണ്ട് പോർഷൻ ഇതും കൊണ്ട് ചെയ്യും, ബാക്ക് സൈഡ് പ്ലെയിനും കൊണ്ട് ചെയ്യും. എന്നിട്ട് നമ്മുടെ സറാറ മോഡലൊക്കെ ചെയ്താൽ സൂപ്പറായിട്ടോ. ഈ ക്ലോത്തും കൊണ്ട് നന്നായിട്ട് പോകുന്നുണ്ട് ആ ടൈപ്പ്. അല്ലാതെ സാധാ സിഗരറ്റ് പാൻറ്, ഇത് ടോപ്പ്, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇനി ടോപ്പ് ചെയ്യാം, സ്കേർട്ട് ചെയ്യാം, അങ്ങനെയുണ്ട്. പല പല മോഡൽ, നമുക്ക് ഇഷ്ടമുള്ള മോഡലൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു ക്ലോത്താണ്. നല്ല ഒരു ലൈറ്റ് ലാവണ്ടർ ആണ് അല്ലേ, നല്ലൊരു ഒനിയൻ പിങ്കും ലൈറ്റ് ലാവണ്ടറുടെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കളറാണ്. എന്നിട്ട് അതിൽ ഫുള്ള് നോക്കി ഒരു സീക്വൻസ് വർക്ക് വരുന്നുണ്ട്, ത്രെഡ് വർക്ക് വരുന്നുണ്ട്, എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് അല്ലേ. നല്ല സ്റ്റൈലാണ്. ഗോൾഡൻ കളറ്, അതേ സെയിം കളറും കൊണ്ടും ഗോൾഡൻ കളറും കൊണ്ട് ബീഡ്സ് സീക്വൻസും, അങ്ങനെ കണ്ട സൂപ്പർ. നമുക്കൊരു സ്റ്റോൺ വർക്ക് ചെയ്ത് വർക്ക് പോലെ തോന്നും. അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള വർക്കുമാണ്. എന്നാലും ഓവറായിട്ട് ഇങ്ങനെ തിളങ്ങി മറിയുന്ന ഒരു സൈസ് ക്ലോത്ത് ഡിസൈനും അല്ല. അപ്പം നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്കിത് ടോപ്പിനും കൂടുതൽ കസ്റ്റമേഴ്സും എനിക്കൊന്ന് കുട്ടികൾക്ക് ഇങ്ങനെ ടോപ്പ് ചെയ്യാനും ബോട്ടം നല്ല സ്റ്റൈലിൽ പ്ലെയിനും കൊണ്ട് ബോട്ടം ചെയ്തിട്ട് താഴെ ഫ്രില്ലൊക്കെ കൊടുത്ത് ആ മോഡലൊക്കെ ചെയ്യാനാണ് കൂടുതലായിട്ട് പോകുന്നത്. തലയിലൊരു ബോയൊക്കെ ചെയ്താൽ അടിപൊളിയായിരിക്കും. ഇതിന് വിട്ട് വരുന്നത് 44 ഉണ്ട്, പക്ഷെ സൈഡിൽ ചെറിയൊരു പീസ് ഇങ്ങനെ വരുന്നതുകൊണ്ട് നമുക്ക് 40-41 ലെങ്ത് കിട്ടുള്ളേ. അതിൻ്റെ തന്നെ പ്ലെയിൻ ആണ് കേട്ടോ. ഇത് പ്ലെയിൻ വരുന്നത് 90 റുപ്പീസ് ആണ്. ഫോക്സ് ജോർജറ്റ് ആണ് കേട്ടോ. ക്ലോത്ത് വരുന്നത് ഫോക്സ് ജോർജറ്റ് ആണ്, മിക്സ് ആൻഡ് മാച്ച് ആണ്. അപ്പൊ ഇത് സാരിയായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്ത്, ഇത് ബ്ലൗസ് ആയിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. എന്നിട്ട് ഇതിന്റെ ഒരു പീസും കൊണ്ട് നമുക്ക് മുന്താണിയിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ നല്ലൊരു അടിപൊളി കോംബോ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. റേറ്റ് വരുന്നത് 90 റുപ്പീസ്, ഇതിന് വരുന്നത് 200. ഇത് വരുന്നത് 44 ഇഞ്ചാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒരു മിക്സ് ആൻഡ് മാച്ച്. നമുക്കിപ്പം മാരേജ് ഫംഗ്ഷൻ ആണല്ലേ, ഒരുപാടുണ്ട്. അപ്പൊ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇങ്ങനത്തെ ക്ലോത്തുകൾ നിങ്ങൾ കൊണ്ടുവരുമെന്ന് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അത് തന്നെ ആ ഒരു മോഡൽ തന്നെ പല പല ടൈപ്പായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അതിന്റെ തന്നെ നമ്മൾ കുറച്ച് മുമ്പ് ഒരു സിക്സാഗ് ടൈപ്പ് കൊണ്ടുവന്നു. അതിന്റെ കുറച്ചും കൂടി ഒരു മാറിയ മോഡലാണിത്. അത് കുറച്ചും കൂടി ഒരു ഇത്രയും വർക്കില്ലായിരുന്നു, വർക്ക് കുറവായിരുന്നു. പക്ഷെ ഇത് കുറെ കൂടി നല്ല ഭംഗിയുള്ള സീക്വൻസ് വർക്കൊക്കെ ആയിട്ട് കുറച്ചും കൂടി വർക്ക് ഉണ്ട്. വൈറ്റ് കളറ്, വൈറ്റ്. അതിന്റെ പ്ലെയിൻ വരുന്നത് ഇങ്ങനെ. റേറ്റ് വരുന്നത് 200 ആണ്. 44 ഇഞ്ചാണ് വിഡ്ത്ത് വരുന്നത്. ഇത് വരുന്നത് പ്ലെയിൻ വരുന്നത് 90 റുപ്പീസ് ആണ് കേട്ടോ, 90 രൂപയാണ്. വിഡ്ത്ത് വരുന്നത് 44 ഇഞ്ച്, രണ്ടും 44 ഇഞ്ചാണ് വിഡ്ത്ത് വരുന്നത്. ഇതിനകത്ത് നോക്കി എന്ത് ഭംഗിയുള്ള കളറുകളാന്ന് നോക്കിയാൽ, സിക്സാഗ്, നല്ലൊരു യെല്ലോ കളറ്, റോസ് കളറ്, പീച്ച് കളറ്, അങ്ങനെ എല്ലാ കളറും ഉണ്ട്. മിക്സ്ഡ് ആയിട്ട് വരുന്ന നല്ല ഭംഗിയിലുള്ള ഒരു ടോപ്പ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സാരികളുടെ കൂടെ ഇത് ബ്ലൗസ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ഇനി ജെൻസിന് കുർത്തിക്ക് വേണമെങ്കിൽ അതിനും പറ്റും കേട്ടോ. ഫംഗ്ഷനുകൾക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ക്ലോത്ത് ആണ്. ജോർജറ്റിലാണ് ഈ വർക്ക് വരുന്നത് കേട്ടോ. എംബ്രോയിഡറി വർക്കാണ്, സീക്വൻസ് ഉണ്ട്, ത്രെഡ് ഉണ്ട്, അങ്ങനെയാണ് കേട്ടോ. അടുത്ത് വരുന്നത് നല്ല ഭംഗിയിലുള്ള ഓഫ് വൈറ്റ് കളറാണ്. ഓഫ് വൈറ്റ് കളറ് ഇതേപോലെ തന്നെ നിറച്ച് എംബ്രോയിഡറി വർക്ക് ഉണ്ട്. പിന്നെ ത്രെഡിന്റെ ഞാൻ പറഞ്ഞ ലെങ്ത്, ഇത് ലെങ്ത്തിലാണ് കേട്ടോ വരുന്നത്. അതിന്റെ സിക്സാഗ് മോഡലല്ല, ഒരു ലെങ്ത് ടൈപ്പാണ്. നല്ല സ്റ്റൈൽ ഉണ്ട് കാണാൻ കേട്ടോ. ലൈനായിട്ട് നല്ല ഭംഗിയിലുള്ള എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും കൂടി. ഓവറായിട്ട് വർക്കില്ല, അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ സാരിയായിട്ടൊക്കെ യൂസ് ചെയ്യാൻ നല്ല ഭംഗിയുണ്ടാവും. സാരിയായിട്ടൊക്കെ യൂസ് ചെയ്യാം. അത് ചുരിദാർ ഫുള്ള് സ്റ്റിച്ച് ചെയ്തിട്ട് ഇത് ഷോളായിട്ട് വേണമെങ്കിൽ ചെയ്യാം പ്ലെയിനും കൊണ്ട്. അല്ലെങ്കിൽ ഇത് യോക്ക് പോർഷൻ കൊടുത്തിട്ട് താഴോട്ട് ഫുൾ അംബ്രല ചെയ്യാം. അങ്ങനെ നമ്മുടെ ഇഷ്ടമുള്ള മോഡലുകളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ജോർജറ്റിന്റെ ക്ലോത്ത് ആണിത്. ഫോക്സ് ജോർജറ്റ് ആണ്, നല്ല സ്മൂത്ത് ആയിട്ടുള്ള ക്ലോത്ത് ആണ് കേട്ടോ. അപ്പൊ റേറ്റ് വരുന്നത് 200 ആണ് ഇതിന് റേറ്റ് വരുന്നത്. 44 ഇഞ്ചാണ്, 90 റുപ്പീസ് ആണ് പ്ലെയിനിന് വരുന്നത്. അപ്പൊ നമ്മൾ ഇത് രണ്ടും കണ്ടല്ലോ അല്ലെ, നല്ല സ്റ്റൈലായിട്ടുള്ള കളറുകളാണ്. ഇനി അടുത്തത് നമ്മൾ കാണിക്കുന്നത് നമ്മൾ എപ്പോഴും കൊണ്ടുവരുന്ന മസ്ലിൻ സെറ്റ് ആണ് അല്ലേ. അടുത്ത നല്ലൊരു മസ്ലിൻ സെറ്റ് ആണ്, ബ്ലാക്ക് കളറാണ്. ബ്ലാക്ക് കളറിൽ നോക്കി എന്ത് ഭംഗിയാ നോക്കി, ഒരു അജറക് പ്രിന്റ് പോലൊക്കെ നമുക്ക് തോന്നും. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സ്റ്റൈലുണ്ട് കേട്ടോ. ബ്ലാക്കിനകത്ത് നല്ലൊരു പീച്ച് കളർ പ്രിന്റ് വരുന്നുണ്ട്. എന്നിട്ട് അതിനകത്ത് ആ പ്രിന്റുകളൊക്കെ ഒരു അജറക് പ്രിന്റിൽ വരുമ്പോൾ എന്ത് സ്റ്റൈലാന്ന് നോക്കിയാൽ കാണാൻ. അപ്പൊ ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 160 ആണ് കേട്ടോ. 44 ഇഞ്ചാണ് വിഡ്ത്ത് വരുന്നത്. വരുന്നത് പ്ലെയിൻ ആണ്. പ്ലെയിന് റേറ്റ് വരുന്നത് 150 ആണ്. ഷോള് വരുന്നത് ഇതാ, നമ്മൾ മുറിച്ചെടുക്കുന്ന ഷോളാണ്. അപ്പൊ നിങ്ങൾക്ക് എത്ര വേണ്ടിന്ന് വെച്ചാൽ അത്രയും തരും കേട്ടോ. ഇപ്പൊ ചിലർക്ക് 2.25 പോരാ, അങ്ങനെ പറയുന്നവരുണ്ട്. അപ്പൊ 2.5 മീറ്റർ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് മുറിച്ച് തരും.
നല്ല ബ്ലാക്കിൽ നല്ലൊരു ഷൈനിങ് ഉള്ള ക്ലോത്ത് ആണ് ഈ മസ്ലിന്. രണ്ട് സൈഡിൽ നോക്കിയേ ആ ടോപ്പിന്റെ ഒരു പ്രിന്റ് ആണ് വരുന്നത്. കണ്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള ടോപ്പും ബോട്ടും സെറ്റ് ആണ് കേട്ടോ. ഈ സെറ്റിന് റേറ്റ് വരുന്നത് 980 ആണ്. അതായത് 2.5 മീറ്റർ ടോപ്പ് ഉണ്ടാവും, 2 മീറ്റർ ബോട്ടം ഉണ്ടാവും, ഷോൾ വരുന്നത് 2.25 അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വരുന്നതിന് ഒരു സെറ്റിന് വരുന്നത് 980. ഇപ്പൊ നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടി കൂടുതൽ വേണം ടോപ്പിന്റെ മെറ്റീരിയൽ എങ്കിൽ അങ്ങനെ നിങ്ങൾ ചോദിച്ചാൽ മതി, അങ്ങനെ തരുവേ. അപ്പൊ യെല്ലോ കളറാ അടുത്തത്. അപ്പൊ ഈ മാമ്പഴ മഞ്ഞ എന്നൊക്കെ പറയൂലേ, നല്ല സ്റ്റൈലായിട്ടുള്ള ഒരുപാട് പേര് മസ്റ്റാർഡ് യെല്ലോ, നല്ല അടിപൊളി യെല്ലോ കളറാണ് കേട്ടോ അടുത്തത്. യെല്ലോ ഒന്നും എത്ര കൊണ്ടുവന്നാലും നമുക്ക് തികയാത്ത ഒരു കളറാണ്. ഇപ്പൊ ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾ ചോദിക്കും ഇത് ലൈറ്റ് ഷെയ്ഡ് ആണോ? അല്ല, നല്ല ഡാർക്ക് ആയിട്ടുള്ള സൂപ്പർ കളറാണ്. കണ്ടോ, നല്ല ഭംഗിയിൽ അതിന്റെ പ്രിന്റുകൾ നോക്കിയേ, നല്ല സ്മോൾ പ്രിന്റുകളാണ്, ഓവറായിട്ട് വലിയ പ്രിന്റ് ഒന്നും അല്ല, നല്ല സ്റ്റൈലായിട്ടുള്ള ക്ലോത്ത് ആണ്. അപ്പൊ മഞ്ഞയൊക്കെ നമുക്ക് ഇവിടെ വന്നാൽ പോലും കസ്റ്റമർ വന്നാൽ പെട്ടെന്ന് തീരുന്ന ഒരു ക്ലോത്ത്, പെട്ടെന്ന് എടുക്കും എല്ലാവരും യെല്ലോ കളറ്. അപ്പൊ യെല്ലോയുടെ ഇത് അടിപൊളി ഒരു പ്രിന്റ്, അതിന്റെ ബോട്ടത്തിന്റെ പ്രിന്റ് നോക്കിയാൽ അതിനേക്കാളും ഭംഗി. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ യെല്ലോ കൊണ്ടുവന്നിട്ട് കുറെ കസ്റ്റമേഴ്സ് ഒക്കെ യെല്ലോ പ്ലെയിൻ കിട്ടിയിട്ടുണ്ടാവും ബോട്ടം. അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം, ഇത് ടോപ്പാക്കാം, ഇതും ടോപ്പാക്കാം, രണ്ടും ടോപ്പാക്കാം. എന്നിട്ട് ഷോളും വരുന്നുണ്ട്. അങ്ങനെ 2.5 മീറ്റർ വെച്ച് എടുത്താൽ മതി. അപ്പൊ രണ്ടും ടോപ്പാക്കാം. നിങ്ങൾക്ക് കയ്യിൽ ബോട്ടം ഉണ്ടെങ്കിൽ ആ ബോട്ടം ഇട്ടാൽ മതി, അങ്ങനെ കുഴപ്പമില്ല. പക്ഷെ ഇത് സെറ്റായിട്ട് കൊടുക്കുകയുള്ളൂ, അതായത് 3 എടുക്കണം നിങ്ങൾ കേട്ടോ. അല്ലാതെ നിങ്ങൾ പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കരുത് കേട്ടോ. എന്ന് വെച്ചാൽ ഞങ്ങൾ അങ്ങനെ തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബോട്ടോ എന്തെങ്കിലും ഒരു ക്ലോത്ത് ഇവിടെ സ്റ്റോക്ക് വരും, അതുകൊണ്ടാണ് കേട്ടോ. നല്ല സ്റ്റൈലല്ലേ, എൻ്റെ ഷാള് കാണാൻ നോക്കി അതിനേക്കാളും ഭംഗിയാ. നല്ല നല്ല സ്മൂത്ത് ആണ് ഈ ക്ലോത്ത്, നല്ല ഒഴുകി കിടക്കുന്ന നോക്കിയേ. 2 സൈഡിൽ ഫോയിൽ പ്രിന്റ് വരുന്നുണ്ട്, സെന്ററിൽ കൂടെ ഒക്കെ ഫോയിൽ പ്രിന്റ് വന്നിട്ട് 2 സൈഡിലും അതേപോലെ തന്നെ നോക്കി ടോപ്പിന്റെ ക്ലോത്ത് ഡിസൈൻ വരുന്നുണ്ട്, ബോട്ടത്തിന്റെ ഡിസൈൻ, അതിന്റെ ഒരു ഡിസൈൻ, അങ്ങനെ നല്ല സ്റ്റൈലായിട്ടുള്ള ഡിസൈൻ ആണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പൊ ഇത് സെറ്റ് 44 ഇഞ്ചാണ് വിട്ട് വരുന്നത് ടോപ്പിന്, ബോട്ടത്തിനും 44 ആണ്. ഷോളും വരുന്നത് അങ്ങനെ സെറ്റായിട്ടാണ് കേട്ടോ. അപ്പോൾ 2.25 ഷോള് നമ്മൾ 980 രൂപയ്ക്ക് തരിക. അപ്പൊ നിങ്ങൾക്ക് എത്രയാ വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ പർച്ചേസ് ചെയ്യാം. അപ്പൊ അടിപൊളിയായിട്ടുള്ള ഈ സെറ്റ് നിങ്ങൾ പെട്ടെന്ന് പർച്ചേസ് ചെയ്യണം കേട്ടോ. അപ്പൊ എല്ലാവരും ചോദിക്കുന്നത് എന്താ പെട്ടെന്ന് സോൾഡ് ഔട്ട് പറയുന്നത്? സോൾഡ് ഔട്ട് പറയുന്നത് നമ്മൾ സോൾഡ് ഔട്ട് ആകുമ്പോഴാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് ചോദിക്കുക. ഇത് ഡെൽറ്റ ക്രഷ് ആണ് കേട്ടോ, ഡൗ മോഡലാണ്, പക്ഷെ നല്ല സ്മൂത്ത് ആണ് ഈ ക്ലോത്ത് കേട്ടോ. ഡെൽറ്റയുടെ തന്നെ ഒരു സ്മൂത്ത് ഉള്ള ക്ലോത്ത് ആണ് ഈ ഡൗ വരുന്നത്. ഇതും അതേപോലെ നല്ല സ്മൂത്ത് ഉണ്ട്. അപ്പൊ ഡെൽറ്റ ക്രഷിന്റെ ഒരു ക്ലോത്ത് ആണ്. നോക്കിയേ, നല്ല ഭംഗിയില്ലേ കാണാൻ, എന്ത് ഭംഗിയല്ലേ ഇതിന്റെ പ്രിന്റ് ഒക്കെ കാണാൻ, അടിപൊളി കണ്ടോ, നല്ല സ്റ്റൈലായിട്ടുള്ള പ്രിന്റ് ആണ്. വൈറ്റിന് നല്ല വലിയ വലിയ ഫ്ലവറുകൾ. അപ്പൊ നല്ല മോഡലിലൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. ഫ്ലെയർ മോഡലിലൊക്കെ ചെയ്താൽ അടിപൊളിയായിരിക്കും. ഷർട്ട് എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലോത്ത് ആണ്. നല്ല വലിയ വലിയ പൂക്കൾ അല്ലേ, എന്ത് ഭംഗിയാ നോക്കിയേ. വൈറ്റിനകത്ത് നല്ല ഗ്രീൻ കളറ്. അപ്പൊ നമുക്ക് ഇതിന് റേറ്റ് വരുന്നത് 100 റുപ്പീസേ ഉള്ളൂ. 58 ഇഞ്ച് വിട്ടുണ്ട്. അപ്പൊ ഞാന് ഇതുമായിട്ട് വലിയ യോജിപ്പൊന്നും ഇല്ലേലും, കറക്റ്റ് ഗ്രീൻ അല്ല, പക്ഷെ നല്ല ഒരു ഭംഗിയുണ്ട്. ഇതും കൊണ്ടൊരു കോട്ട് പോലെ സ്റ്റിച്ച് ചെയ്തിട്ടാൽ നല്ല ഭംഗി ഉണ്ടാവും. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒരു മോഡൽ ഇപ്പൊ കാണുന്നത് ഇതും കൊണ്ട് തന്നെ ടോപ്പ് ചെയ്യുക, എന്നിട്ട് ഇതും കൊണ്ട് ഷാളും ബോട്ടവും ചെയ്യുക. ബോഡിയിൽ ഇങ്ങനെ ഒരു കട്ട് ചെയ്ത് ഇതിന്റെ ഒരു പീസും കൂടെ കൊടുത്താൽ നല്ല സ്റ്റൈൽ ഉണ്ടാവും. അപ്പൊ ഇത് എല്ലാത്തിനോടും ചേരുന്ന ഒരു കളർ. അപ്പൊ ഇതിന്റെ മുകളിൽ കൂടെ വരുമ്പോൾ അതിന്റെ ഒരു ഷെയ്ഡും ഇങ്ങനെ എടുത്ത് കാണിക്കും, നല്ല സ്റ്റൈൽ. ഇതിന് വരുന്നത് 80 റുപ്പീസേ ഉള്ളൂ കേട്ടോ. ഇപ്പൊ നിങ്ങൾ റെഡിമെയ്ഡ് ഷോപ്പിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം, എല്ലാം ഇതിനകത്താണ് വരുന്നത്. നല്ല റേറ്റ് ഉള്ള ക്ലോത്തും ആണ്. ഇത് കണ്ടോ, ഇതിന്റെ മുകളിൽ കൂടി ഇങ്ങനെ വരുമ്പോൾ താഴത്തെ പ്രിന്റുകൾ ഫുള്ള് നമുക്ക് ഇങ്ങനെ കാണാം. എന്നിട്ട് നല്ല സ്റ്റൈലായിട്ടുള്ള ഒരു ഗ്ലൈസിങ് ആയിരിക്കും പുറത്ത് കാണുന്നത്. നമ്മളിപ്പോ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തത് ഇതും കൊണ്ട് ഫുള്ളായിട്ടൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തു, എന്നിട്ട് ഒരു ഓവർകോട്ട് ചെയ്തു. ഓവർകോട്ട് എന്ന് വെച്ചാൽ ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആണ് വരുന്നത്, ഒരു വി പോലെ വരും ഇവിടെ. അപ്പൊ നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. അങ്ങനത്തെ ഒരു മോഡലാണ് ചെയ്തത്. ഇത് പൊന്തി കുറച്ചിങ്ങനെ അത്ര ഇങ്ങനെ ഒഴുകി ഫ്ലോയിങ് ആയിട്ട് കിടക്കുന്ന ക്ലോത്ത് അല്ല. അപ്പൊ നല്ല സ്റ്റൈലും ഉണ്ട് കാണാൻ. അപ്പൊ ഇത് നിങ്ങൾക്ക് സാരിയായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. പക്ഷെ ഒതുങ്ങി നിൽക്കും ചെയ്യും, ഫുൾ പ്ലീറ്റ് ഒക്കെ ഇട്ടാൽ നല്ല ഒതുങ്ങി നിൽക്കും ചെയ്യും. നല്ലൊരു വെറൈറ്റി ക്ലോത്ത്, ഓർഗൻസ് പോലെ അങ്ങനെ വിറങ്ങലിച്ച ക്ലോത്ത് അല്ല, ഒരു പുതിയ മോഡൽ ക്ലോത്ത് ആണ്. ഇതിന് വരുന്നത് 80 റുപ്പീസ് ആണ് കേട്ടോ. അപ്പൊ ഞാൻ ഇതിന്റെ കൂടെ അത് കാണിച്ചു എന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്താൽ മതി അങ്ങനെ, അല്ലെങ്കിൽ സെപ്പറേറ്റ് പർച്ചേസ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഇതിന് വരുന്നത് 100 റുപ്പീസ് ആണ് നമ്മുടെ ഡെൽറ്റ ക്രഷ്. അടുത്തത് വരുന്നത് ഡെൽറ്റ ക്രഷിന് തന്നെ വേറൊരു കളറ്. ഇത് നോക്കി എന്ത് ഭംഗിയാ നോക്കിയേ. വൈറ്റിനകത്ത് നല്ല സ്റ്റൈലായിട്ടുള്ള മഡ് കളർ അല്ല, നല്ലൊരു എന്ത് ഭംഗിയാല്ലേ കാണാന്. വീഡിയോയിൽ എത്ര ഭംഗിയാന്ന് എനിക്കറിയാം. എനിക്ക് ഇതിങ്ങനെ ദേഹത്തോട്ട് പിടിക്കും, എന്ത് സ്റ്റൈലാണ് നോക്കിയാൽ കാണാൻ. നിങ്ങൾക്ക് എന്ത് വേണം സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. നല്ല സ്റ്റൈലായിട്ടുള്ള, നിങ്ങൾക്ക് എന്ത് വേണം സ്റ്റിച്ച് ചെയ്യാം. നല്ല സ്റ്റൈലായിട്ടുള്ള ക്ലോത്ത് ആണ്. 58 ഇഞ്ച് വിട്ട് ഉണ്ട്.
വൈറ്റിനകത്ത് നല്ല, അതായത് ഇതിങ്ങനെ പൂക്കളൊക്കെ ഇങ്ങനെ എടുത്ത് കാണിക്കുന്ന മാതിരിയാ. ഇലയിലൊക്കെ നല്ല ഡാർക്ക് കളർ വരും, പൂക്കളുടെ ഷെയ്ഡുകളൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് നല്ല ഡാർക്ക് കളർ വന്ന് പിന്നെ ലൈറ്റ് കളർ വന്ന് അങ്ങനെ നല്ല കണ്ടാൽ നമുക്കൊരു പൂന്തോട്ടത്തിൽ ചെന്നൊരു അവസ്ഥയാണ്. നല്ല സ്റ്റൈലുണ്ട് കേട്ടോ കാണാൻ. ഇത് സ്റ്റിച്ച് ചെയ്തിട്ടാൽ അതിനേക്കാളും ഭംഗിയായിരിക്കും. എന്ന് വെച്ചാൽ ഇങ്ങനെ ഫ്ലെയർ ആയിട്ട് ഫുൾ ടോപ്പും ഷർട്ടൊക്കെ ആകുമ്പോൾ നല്ല സ്റ്റൈലായിട്ട് ഇരിക്കുന്ന ഒരു ക്ലോത്താണ്. അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ ഉണങ്ങി കിട്ടാനും പെട്ടെന്ന് എളുപ്പമാണ്, ഉണങ്ങി കിട്ടാനും സുഖമാണ്. ഈ മഴയൊക്കെ ആകുമ്പോൾ വാഷ് ചെയ്യാനൊക്കെ സുഖമുള്ള ക്ലോത്താണ്. അപ്പൊ ഇതിന് നമുക്ക് അതേപോലെ തന്നെ ഒരെണ്ണം കൂടെ കാണിക്കാൻ ഞാൻ. ഇത് വരുന്നത് ഒരു ചിക്കു ഷെയ്ഡ് എന്ന് പറയാം അല്ലെ, നല്ല സ്റ്റൈലായിട്ടുള്ള. ഇതും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു 1 പീസ് എടുത്ത് ഞാനൊന്ന് കാണിച്ചു തരാം. 80 റുപ്പീസേ ഉള്ളൂ കേട്ടോ, അതിന് 80 റുപ്പീസാണ്. അപ്പൊ ഇത് കോട്ട് പോലൊക്കെ ചെയ്താൽ നല്ല ഭംഗിയുണ്ട്. കണ്ടാൽ നമ്മൾ വിചാരിക്കും നല്ല റേറ്റ് ഉള്ള ഒരു 12,000 രൂപയുടെ ഡ്രസ്സൊക്കെ ഇട്ട് പോകുന്ന മാതിരി നമുക്ക് തോന്നും. പക്ഷെ ഒരു 80 രൂപയ്ക്ക് നമുക്ക് അങ്ങനെ ചെയ്യാം. കണ്ടോ, ഇതിന്റെ മുകളിലോട്ട് നോക്കിയേ എന്ത് സ്റ്റൈലാന്ന് നോക്കിയേ. ഇങ്ങനെ ഒന്ന് ചെയ്യുമ്പോൾ നമ്മൾ സാധാ ചുരിദാർ അടിച്ചിട്ട് ഇത് കോട്ട് പോലെ കൊടുത്താലും മതി, അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങളുടെ ചോയ്സ് ആണ് എങ്ങനെ വേണമെന്ന്. അപ്പൊ ഇത് വേണമെങ്കിൽ ലൈനിങ് ആക്കി ഇത് ഫ്രില്ല് കൊടുക്കാം. പലരും പല രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട്. ഞാനിതിങ്ങനെ കാണിച്ചു എന്നേ ഉള്ളൂ. 80 റുപ്പീസാണ് ഇതിന് റേറ്റ് വരുന്നത്. നല്ല അടിപൊളി ഒരു ക്ലോത്ത് ആണ്. ഇതിന് വരുന്നത് 100 റുപ്പീസാണ്. 58 ഇഞ്ചാണ് വിടുത്ത്, മറ്റേ അതിന് വരുന്നത് 44 ഇഞ്ച്. അപ്പൊ സാരിക്കും എല്ലാത്തിനും പറ്റും, എല്ലാത്തിനും പറ്റുന്ന ഒരു ക്ലോത്ത്. ഇതിന് മുകളിൽ കൂടെ ചെയ്ത ഒരു വെറൈറ്റി അല്ലേ, നമ്മൾ വെറൈറ്റികളല്ലേ തപ്പണ്ടി. അപ്പൊ കുറഞ്ഞ വിലയിൽ നല്ല വെറൈറ്റി ആയിട്ട് ഡ്രസ്സ് വെയർ ചെയ്ത് പോകുമ്പോൾ നമുക്കൊരു എന്താ പറയാ, ഒരു കോൺഫിഡൻസ് ഉണ്ടാവും അല്ലേ നമ്മുടെ മനസ്സിൽ. അത്രേ ഞാൻ പറയുന്നുള്ളൂ. അപ്പൊ അടുത്ത ക്ലോത്ത് നോക്കാവേ. അടുത്തത് വരുന്നത് നോക്കിയേ എന്ത് സ്റ്റൈലാന്ന് നോക്കിയേ കാണാന്. ഹക്കോബ അല്ലെ, ബോൾ പ്രിന്റ് ഹക്കോബ നോക്കിയേ. എല്ലാവരും ചോദിക്കുന്ന ഒരു ക്ലോത്ത് ആണ് അല്ലേ, നല്ല ഒരു ഭംഗിയിലുള്ള ഹക്കോബ. എത്ര കൊണ്ടുവന്നാലും തികയാത്ത ഒരു ക്ലോത്താ. നല്ല ഫ്ലോറൽ പ്രിന്റ് ആണ്. എന്ത് ഭംഗിയാ നോക്കിയത്, ഇതിനകത്തൊക്കെ കാണാൻ തന്നെ എന്ത് സ്റ്റൈലല്ലേ. ഇതിന്റെ പ്രിന്റുകൾ കാണാന് നല്ല നല്ല പൂക്കള്, ലൈറ്റ് ഡാർക്ക് ഷെയ്ഡായിട്ട് വരുന്ന നല്ല അടിപൊളി പൂക്കള്, നല്ല ഭംഗിയുണ്ട് അല്ലേ. ഇപ്പൊ ഇത് നല്ലൊരു ഫ്ലോയിങ് ആണ് കേട്ടോ, അല്ലാതെ ഇങ്ങനെ ബലം പിടിച്ച് നിൽക്കുന്ന ഹക്കോബയല്ല. റേറ്റ് വരുന്നത് 150 ആണ് കേട്ടോ. ഇന്ന് ഓഫറിൽ തരികയാണ് 150. നല്ല സ്റ്റൈലായിട്ടുള്ള, കണ്ടോ നല്ല സ്റ്റൈലുണ്ട് കാണാൻ. അപ്പൊ ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇപ്പൊ ഒരുപാട് മോഡൽ ഉണ്ട് അല്ലേ നമുക്ക് ഹക്കോബയിലൊക്കെ. ഒരുപാട് എനിക്ക് തോന്നുന്നു കൂടുതലും ഫ്ലെയർ ആയിട്ടുള്ള മോഡലുകളാണ് ഹക്കോബയിലും പോകുന്നത്. നല്ല സ്റ്റൈലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. യെല്ലോ കളറ്, റോസ് കളറ്, പീച്ച് കളറ്, ഇങ്ങനെ എല്ലാ കളറും ഉണ്ട് അതെ നല്ല. അപ്പൊ നമുക്ക് രണ്ടും കൂടെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഇപ്പൊ നിങ്ങൾ വൈറ്റ് ഹക്കോബ ഉണ്ട് വേണമെങ്കിൽ ഇവിടെ വൈറ്റ് ഹക്കോബയും കൊണ്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്യുക, എന്നിട്ട് ഇതും കൊണ്ട് സ്കേർട്ട് ചെയ്യാം, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്കിത് കോട്ട് പോലെ ചെയ്യാം, ചുരിദാർ പോലെ, എല്ലാ മോഡലും ചെയ്യാം. ഞാനത് അങ്ങനെ പറയുന്നേ ഉള്ളൂ കേട്ടോ, നിങ്ങൾക്ക് ബോറടിക്കുന്നൊന്നും ഇല്ലല്ലോ അല്ലേ. നല്ല വൈറ്റ് കളറിൽ നല്ല അടിപൊളി മുന്തിരി അല്ലേ, മുന്തിരിക്കൊല പോലെ നല്ല മുന്തിരിയല്ലേ, മുന്തിരിക്കൊല പോലെ ഉള്ള ഡിസൈനും എന്ത് സ്റ്റൈലാ നോക്കി കാണാൻ. നല്ല ഒരു മുന്തിരിത്തോട്ടത്തിൽ ചെന്നമാതിരി തോന്നുന്നുണ്ടോ. നല്ല അടിപൊളിയായിട്ടോ. ഇതും കൂടെ ഒക്കെ ഫ്രോക്കൊക്കെ അടിച്ചിട്ട് വയ്ക്കുക കുട്ടികൾക്ക്, എല്ലാം അടിപൊളിയായിരിക്കും. അതേമാതിരി നമുക്ക് ഈ പ്ലെയിൻ കളറ് ടോപ്പൊക്കെ ചെയ്തിട്ടാ. ഞാൻ ഇത് ഹക്കോബയല്ല, ഇതേമാതിരി ഷോൾ ചെയ്താലും നല്ല ഭംഗിയുണ്ടാവും. നമുക്ക് എല്ലാത്തിൻ്റെയും കൂടെ പ്ലെയിൻ്റെ കൂടെ ഇങ്ങനെ ഷോളായിട്ട് വേണമെങ്കിൽ വെയർ ചെയ്യാൻ പറ്റും കേട്ടോ. എല്ലാത്തിനും പറ്റുന്ന ഒരു ഹക്കോബയാണ്. അപ്പം പെട്ടെന്ന് ചോദിക്കണം കേട്ടോ, പെട്ടെന്ന് തീരുവേ. എല്ലാ മോഡലും സ്റ്റിച്ച് ചെയ്യും. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞിടങ്ങളിലൊക്കെ കൂടുതലായിട്ട് എൻക്വയറി വരുന്ന ഒരു ക്ലോത്താണ് ഹക്കോബ, പ്രിന്റഡ് ഹക്കോബ. നമുക്ക് വന്നതൊക്കെ കഴിഞ്ഞായിരുന്നു, വീണ്ടും റീസ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ നല്ല സ്റ്റൈലായിട്ടുള്ള ക്ലോത്ത് ആണ്. 150 റുപ്പീസാണ് മീറ്ററിന്. 42 ഇഞ്ചേ വിട്ടുള്ളൂ കേട്ടോ. ആഹാ അടിപൊളി. നമുക്ക് ഇതിൻ്റെയൊക്കെ പ്ലെയിൻ നമ്മുടെ കയ്യിൽ ഉണ്ട് കേട്ടോ. നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ തരാം. പ്ലെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിലതൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആ. ഈ കളറിലൊക്കെ നല്ലൊരു എന്തിന്റെ ക്ലോത്ത്, ഡയമണ്ട് ജോർജറ്റ് ഒക്കെ നമ്മൾ കൊണ്ടുവന്നിരുന്നു. അതൊക്കെ നല്ല സ്റ്റൈലായിട്ടുള്ള ക്ലോത്ത്. അതും കൊണ്ട് നിങ്ങൾക്ക് ഫുൾ ഉള്ളിൽ ഒരു ടോപ്പ് അടിക്കുക, എന്നിട്ട് ഇതും കൊണ്ട് മേളിലൊരു കോട്ട് ഇട്ട് നല്ല സൂപ്പറായിട്ട് ഇങ്ങനെ നടന്നു പോയാൽ അടിപൊളിയായിരിക്കും. ഇങ്ങനെ ഒന്ന് ചിറക് വിരിച്ചമാര് കുറച്ച് ഇങ്ങനെ ഒന്ന് വിടർന്ന് നിന്നിട്ട് ഉള്ളിലെ നല്ല ഒതുങ്ങി കിടക്കും, മേളിൽ ഇങ്ങനെ ഹക്കോബ ഇങ്ങനെ കിടക്കുമ്പോൾ എന്ത് സ്റ്റൈലായിരിക്കും. അതായത് ഇവിടെ മാത്രമേ, യോക്കിന്റെ ഇവിടെ മാത്രമേ നമ്മൾ ജോയിൻ ചെയ്യാൻ പാടുള്ളൂ. ഒരു വള്ളിയോ എന്തെങ്കിലും കൊടുക്കുക, എന്നിട്ട് അതിങ്ങനെ വിട്ടുപോവുക. നല്ല സ്റ്റൈലായിരിക്കും. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലോത്ത് ആണ്. അതായത് ഇനി വൈറ്റിന്റെ വേണമെങ്കിലും മേളിൽ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സാ. ഇതിനകത്തുള്ള ഏത് കളറിന്റെ വേണമെങ്കിലും മേളിൽ കൂടെ ചെയ്താൽ അടിപൊളിയായിരിക്കും. ഇനി സാധാ ഒരു അംബർല പാവാട അല്ലേ, ഓണത്തിനൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അതിനൊക്കെ പറ്റുന്ന ഒരു ക്ലോത്താണ്. ഇനി സാരി ബ്ലൗസിന് എല്ലാത്തിനും പറ്റുന്ന ഒരു ക്ലോത്താണ് ഹക്കോബ. നല്ല ഒരു ഗ്രേ കളറാണിത്. ഗ്രേ കളറിൽ വൈറ്റ് കളറ്, റോസ് കളറൊക്കെ നമ്മുടെ പോപ്പി ചെടി ഇല്ലേ, പോപ്പി പൂക്കള്, അതേമാതിരി തോന്നുന്നുണ്ട്. പല പല കളറിലുള്ള പൂക്കള്, നല്ല സ്റ്റൈലായിട്ടുള്ള പൂക്കള്, അടിപൊളിയാണ് കേട്ടോ കാണാന്. റേറ്റ് വരുന്നത് 150 ആണ് കേട്ടോ. 150 രൂപയാണ് ഇന്ന്. അതേപോലെ തന്നെ നല്ല ഒരു ചിക്കു കളറല്ല, ഓഫ് വൈറ്റ് ചിക്കു, അങ്ങനത്തെ ഒരു കളർ, ക്രീം എന്നൊക്കെ പറയാം. അതിനകത്തോട്ട് നോക്കിയാ ഇത് എന്ത് ഡിസൈനാ, അടിപൊളിയായിട്ടുണ്ട് അല്ലേ. നല്ല പെയിന്റിങ് പോലെ തോന്നുന്ന ഒരു മോഡൽ അല്ലേ, നല്ല സ്റ്റൈലുണ്ട്. പ്രിന്റ് ആണ് കേട്ടോ, പെയിന്റ് ഒന്നും അല്ല കേട്ടോ, ഞാൻ പെയിന്റിങ് മോഡലിനാണ് പറഞ്ഞത്. അപ്പൊ നല്ല അടിപൊളിയായിട്ടുള്ള പ്രിന്റ് ആണ്. നല്ലൊരു ഡാർക്ക് കളർ, അതിൻ്റെ ഇടയിൽ കൂടി ഒരു ഓറഞ്ച് കളർ, അങ്ങനെ അങ്ങനെ എല്ലാം കൂടെ വെറൈറ്റി ആയിട്ടുള്ള കളറുകളാണ് കേട്ടോ.
സൂപ്പറാണ്. എല്ലാം വരുന്നത് ബോൾ പ്രിന്റ് ആണ് കേട്ടോ. ഇന്ന് 150 ആണ് റേറ്റ് വരുന്നത്. 42 ഇഞ്ചാണ് വിഡ്ത്ത് വരുന്നത്. ഇപ്പൊ എല്ലാത്തിനും ഞാൻ ഇങ്ങനെ മോഡൽ പറയണ്ടല്ലോ, നിങ്ങളുടെ ഒരു ഐഡിയയിൽ ചെയ്യുക. അതിനേക്കാളൊക്കെ എന്ത് അടിപൊളി, എല്ലാം ഒന്നിനൊന്നിനും അടിപൊളിയായിട്ടാണ് ഞാൻ കാണിക്കുന്ന ക്ലോത്തുകളെല്ലാം. ഞാനും ഇങ്ങനെ വിചാരിച്ചു എന്ത് സ്റ്റൈലുള്ള പ്രിന്റുകളാണ് ഇപ്പൊ വന്നേക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള പ്രിന്റുകൾ നോക്കി. ഇതൊക്കെ കാണാൻ എന്ത് സ്റ്റൈലല്ലേ. ഇതുകൊണ്ടൊക്കെ ഒരു ഫ്രോക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കിയാൽ മനസ്സിൽ നിങ്ങളുടെ മക്കളൊക്കെ ഇത് കിട്ടു പോകുമ്പോൾ എന്ത് സ്റ്റൈലായിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ലൊരു ഓഫ് വൈറ്റിനകത്ത് നല്ല എന്താ പറയുക വള്ളിയും പുള്ളിയും, എന്നിട്ട് നല്ല പൂക്കൾ, നല്ല ചുവന്ന പൂക്കൾ അല്ലേ, അടിപൊളിയല്ലേ. ഇപ്പൊ ടോപ്പ് അടിക്കാം കേട്ടോ. ടോപ്പ് അടിച്ചാൽ നല്ല ഭംഗിയുണ്ടാവും. ഗ്രീൻ കളർ ബോട്ടം ചെയ്യുക, ഷോൾ ഇടുക, അല്ലെങ്കിൽ ജീൻസിന്റെ കൂടെ നമുക്ക് ഉപയോഗിക്കാം. എന്തിന്റെ കൂടെ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്ലോത്ത് ആണ് ഈ ഹക്കോബ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ക്ലോത്ത് ആണ് കേട്ടോ. നോക്കി എന്ത് ഭംഗിയല്ലേ ഇതിന്റെ പ്രിന്റ് ഒക്കെ കാണാൻ. ഇപ്പൊ നമുക്ക് ഇവിടോട്ട് വർക്ക് ഇല്ലെങ്കിൽ ഫുള്ളായിട്ട് ഇതിന്റെ പ്രിന്റ് വരുന്നുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് പ്രിന്റ് വരുന്ന മോഡലാണ്, അല്ലാതെ സൈഡ് ഇങ്ങനെ പ്രിന്റ് ഇല്ലാതിരിക്കുകയല്ല കേട്ടോ. അപ്പൊ നല്ല സ്റ്റൈലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലോത്ത് ആണ്. റേറ്റ് വരുന്നത് 150 ആണ് കേട്ടോ. അപ്പൊ നമ്മൾ എന്നും കൊണ്ടുവരുന്ന പോലെ ഒരു കെട്ട് നമ്മുടെ റിംഗിൾ റയോൺ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ക്ലോത്ത് ആണ് നമ്മുടെ റിംഗിൾ റയോൺ. റിംഗിൾ റയോണിന് ഒരിക്കലും നമുക്ക് ഫാഷൻ പോകുന്ന ഒരു ക്ലോത്ത് അല്ല റിംഗിൾ റയോൺ. 58 ഇഞ്ച് വിഡ്ത്ത് ഉണ്ട്. ഇത് 100 മീറ്ററിന്റെ ഒരൊറ്റ കെട്ടാണ്. 100-120 അങ്ങനെ ഉണ്ട്. അപ്പോൾ ഞാൻ എല്ലാം കൂടെ മുറിച്ചെടുത്തില്ല, ജസ്റ്റ് ഇങ്ങനെ തന്നെ ഒരു കെട്ട് അങ്ങനെ വെച്ചതാ. അപ്പൊ നമ്മൾ എന്നും വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അല്ലേ ഓരോ പീസ്. ഞാൻ എന്നാലും ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഇനിയിപ്പോൾ ചിലപ്പോൾ ആരെയിലൊക്കെ പറയും ചിലപ്പോൾ കട്ട് ചെയ്ത് കാണിച്ചില്ല, നിങ്ങൾ എന്താ അങ്ങനെ മാത്രം വെച്ച് കാണിച്ചെന്ന് ചോദിക്കും. ഇതിന്റെ പല കളറും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഞാനത് കട്ട് ചെയ്യാം. കട്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് വെച്ചത് എന്ന് വെച്ചാൽ കുറച്ച് ലേറ്റ് ആയി വീഡിയോ ഒക്കെ എടുക്കാനേ. അപ്പൊ നമുക്ക് ഒന്നാമത് ചെറിയ എന്താ പറയുക ഹെൽത്ത് പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മളൊന്നും ശ്രദ്ധിക്കുന്നത് നല്ലല്ലേ. അപ്പോൾ എന്നാലും വല്ലാണ്ടങ്ങ് ശ്രദ്ധിക്കുന്നൊന്നും ഇല്ല. അപ്പോൾ ഇതാ നല്ല ഇപ്പം പെട്ടെന്ന് വീഡിയോ തീർക്കാന്ന് വെച്ചാൽ ഞാൻ അവിടെ വെച്ചതാ കെട്ട് അഴിക്കാതെ. നല്ല ഭംഗിയിലുള്ള മെറൂൺ കളറ്, നല്ല ഡാർക്ക് മെറൂൺ ആണ്. എന്നിട്ട് അതിൽ ഫുള്ള് യെല്ലോ കളറും ബ്ലൂ കളറൊക്കെ നല്ല സ്റ്റൈലല്ലേ, റൗണ്ടില് അടിപൊളിയല്ലേ കാണാൻ. നല്ല ഭംഗിയുണ്ട്. ഈ ക്ലോത്ത് നിങ്ങൾക്ക് അറിയാം നല്ല സ്മൂത്ത് ആയിട്ടുള്ള ക്ലോത്ത് ആണ്. അപ്പൊ നിങ്ങൾക്ക് 2 മീറ്റർ ഒക്കെ മതി നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ടോപ്പൊക്കെ അടിക്കാൻ. 2 മീറ്റർ ഒക്കെ മതി. ഷർട്ട് എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ക്ലോത്ത് ആണ്. നിങ്ങളിപ്പോ ഇത്രയും മീറ്റർ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ ലേറ്റ് ആവണ്ട. ഇത്രയും മീറ്റർ തന്നെ എല്ലാ ക്ലോത്തുകളും കൊണ്ടുവരുന്നുണ്ട്. നമ്മളിവിടെ കട്ട് ചെയ്ത് വെക്കുന്നതാണ്. മറ്റു പീസുകൾ എടുക്കാൻ പറ്റാത്തതുകൊണ്ടൊക്കെ കട്ട് ചെയ്ത് വെക്കുന്നതാണ്. അത് ചിലപ്പോൾ നമ്മളൊരു 50 മീറ്റർ ഒക്കെ ആക്കിയോ അങ്ങനെയൊക്കെ കട്ട് ചെയ്ത് വെക്കും. അപ്പൊ പെട്ടെന്ന് ചോദിച്ചോളെ തീരുക. ഓഫറിൽ ഇടുന്ന ക്ലോത്തുകൾ 170യുടെ ക്ലോത്ത് ആണ്. ഏകദേശം എനിക്ക് തോന്നുന്നു റിംഗിൾ റയോൺ ഒക്കെ കഴിഞ്ഞു. ഇന്ന് ഞാനിത് കുറച്ചും കൂടി ഒന്ന് ഓഫർ ആക്കുക 90 റുപ്പീസിന് തരികയാണ് കേട്ടോ. നമ്മൾ 100-നാണ് തന്നിരുന്നത്, 90 റുപ്പീസിന് തരിക. ഈ ഒരൊറ്റ പീസും കൂടെ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ഇനി നോക്കിയിട്ടില്ല ഞാൻ ബണ്ടിലുകളൊന്നും. അപ്പം ഉണ്ടെങ്കിൽ ചിലപ്പോൾ കാണിക്കാം, ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ മിക്കവാറും ഇതോടുകൂടിയൊക്കെ നമ്മുടെ റിംഗിൾ റയോണിന്റെ വന്ന ബണ്ടിലൊക്കെ കഴിഞ്ഞു തുടങ്ങി തോന്നുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക. നല്ല അടിപൊളി യെല്ലോ കളറ് അങ്ങനെ എല്ലാം വരുന്ന മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കളറാണ് അല്ലേ, ഡോട്ടുകളൊക്കെ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതും കൂടെ എല്ലാം കൂടെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടൊക്കെ മോഡലൊക്കെ ചെയ്യാൻ പറ്റും. പെട്ടെന്ന് എല്ലാവരും പർച്ചേസ് ചെയ്യണം കേട്ടോ. റേറ്റ് വരുന്നത് 90 റുപ്പീസ്, 10 രൂപ എൻ്റെ വക ഓഫറാണ്. നിങ്ങൾ എല്ലാവരും പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാവരും പർച്ചേസ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമുക്ക് വേറൊരു ചാനലുണ്ട്, അതിനകത്ത് നമ്മൾ റെഡിമെയ്ഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന്റെ കൂടെ ഇല്ലെങ്കിൽ ഇന്ന് എന്തായാലും ഉണ്ടാവും കേട്ടോ. ഇന്ന് നമ്മളിപ്പോൾ ഇതിനകത്ത് വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിനകത്തും നമ്മുടെ റെഡിമെയ്ഡ് ഉണ്ട് കേട്ടോ. ടൈം ഞാൻ അതിനകത്ത് കറക്റ്റ് ആയിട്ട് പറയാം. ഇത് 11:30 തന്നെ ആയിരിക്കും എന്നും വീഡിയോ ഉണ്ടാകുക കേട്ടോ. അപ്പോൾ നമുക്ക് ഡേയിൽ തന്നെ ഇനി രാത്രി വൈകുന്നേരമൊക്കെ ചോദിച്ചോ, കുഴപ്പമില്ല, ഞാൻ എൻക്വയറി എടുക്കുന്നുണ്ടല്ലോ, കുഴപ്പമില്ല. നിങ്ങൾക്ക് രാത്രിയിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചോ. അപ്പോൾ നമ്മുടെ എല്ലാവരുടെ ഒരു സപ്പോർട്ട് വേണം കേട്ടോ നമുക്ക്, എങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ റെഡിമെയ്ഡിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം. ആ ചാനൽ നമുക്ക് റെഡിമെയ്ഡ് ആക്കി മാറ്റാം. തിരക്കുള്ളതിനനുസരിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാം കേട്ടോ. അപ്പം നിങ്ങൾ എല്ലാവരും പർച്ചേസ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് അറിയാം നല്ല റേറ്റ് കുറവിലായിരിക്കും റെഡിമെയ്ഡ് വരുന്നത്. അപ്പം നമ്മൾ എല്ലാവരും സഹകരിക്കുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇത് കാണുന്ന എല്ലാവരും അതിനകത്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ ബൈ.